കാണികളുടെ കാതടപ്പിക്കുന്ന ഇരുമ്പൽ കേട്ടാണ് ഹൈറേഞ്ചിന്റെ കവാടമായ ഗ്രാമപ്രദേശങ്ങൾ ശനിയാഴ്ച പുലർച്ചെ ഉണർന്നത്. ഗ്രാമവാസികൾ തെല്ലൊന്ന് അമ്പരന്നെങ്കിലും പിന്നീടാണ് കാര്യം മനസ്സിലായത്. അന്തർദേശീയ കാർ റേസിംഗ് മത്സരങ്ങൾക്ക് വേദിയായിരിക്കുന്നത് മുണ്ടക്കയം 35 മൈൽ ബോയ്സിൽ തുടങ്ങി കുട്ടിക്കാനം വരെയുള്ള മലയോര പാതകളാണ്. ആദ്യമായാണ് അന്തർദേശീയ കാർ റേസിംഗ് മത്സരങ്ങൾക്കായി പെരുവന്താനം, കൊക്കയാർ, പീരിമേട്, ഏലപ്പാറ പഞ്ചായത്തുകളിലെ ഗ്രാമപാതകളെ കോർത്തിണക്കി കാർ റേസിംഗ് ഒരുങ്ങുന്നത്. സദേൺ അഡ്വഞ്ചേഴ്സ് ആൻഡ് മോട്ടോർ സ്പോർട്സ് ക്ലബ്ബാണ് പോപ്പുലർ റാലി സംഘടിപ്പിച്ചത്. രാവിലെ 6 മണിക്കായിരുന്നു ആദ്യ മത്സരം. റേസിംഗിന്റെ ഫ്ലാഗ് ഓഫ് ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നുമായിരുന്നു. ബോയ്സിൽ നിന്നും ആരംഭിച്ച റാലി മേലോരം, അഴങ്ങാട്, പെരുവന്താനം, പീരിമേട്, കുട്ടിക്കാനം പോയി സമാപിച്ചു. പിന്നീട് 10 മണിക്കും 2 മണിക്കും ഇതേ പാതകളിലൂടെയായിരുന്നു മത്സരം. രാജ്യത്തെ എല്ലാ മുൻനിര റേസേഴ്സും INRCയിൽ നിലവിലെ ടീം ചാമ്പ്യൻസ് ഉൾപ്പെടെ ഫാക്ടറി ടീമുകളായ മഹേന്ദ്ര, വോൾക്സ്വാഗൺ, ടൊയോട്ട എന്നിവയെല്ലാം മത്സരത്തിൽ പങ്കെടുത്തു. 37ഓളം മത്സരാർത്ഥികളാണ് റേസിംഗിൽ പങ്കെടുത്തത്. റേസിംഗ് കാണുവാനും ആസ്വദിക്കുവാനുമായി പുലർച്ചെ തന്നെ പാതകളിൽ കാണികൾ നിലയുറപ്പിച്ചിരുന്നു. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് കാറുകൾ കടന്നു പോകുന്ന വഴിയരികിൽ ഒരുക്കിയിരുന്നത്. റേസിംഗ് പാതകളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വഴികളെല്ലാം തന്നെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. കാണികളെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് റാലി വീക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകുന്നതിനുമായി പ്രദേശവാസികളെ ഉൾപ്പെടുത്തി മാർഷലുകളെയും നിയോഗിച്ചിരുന്നു. Olha. വണ്ടി വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ നടന്നോണ്ടിരിക്കുക. ഇപ്പൊ സൗണ്ട് കേൾക്കാം കേട്ടോ. ആണോ? ഓക്കെ. അല്ല ഇങ്ങനെയാണ് അതിനെ ചുമ്മാ വെച്ച് നടക്കുന്നത്. ചുമല വണ്ടിയാണല്ലേ.